നമ്മൾ എത്ര പേര് ഗീത വായിക്കുന്ന ആളുകളിൽ നമ്മളൊക്കെ ഗീത വായിക്കുന്നുണ്ടല്ലോ. എത്ര പേരാണ് ഈ മനസ്സിന്റെ സമനില അഭ്യസിക്കുന്നവർ? സമനില എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങളില്ലാതെ ഏത് പരിതസ്ഥിതിയിലും ഏത് ചുറ്റുപാടിലും ക്ഷോഭിച്ചെളവുകയോ സന്തോഷിച്ച് തുള്ളിച്ചാടുകയോ ചെയ്യാതെ സർവം ഈശ്വരമയെന്ന് ഓർമ്മിച്ച് ശാന്തനായി പുഞ്ചിരി തൂങ്ങി ജീവിക്കുക. അങ്ങനെ ജീവിക്കാൻ ഈ സമനില നേടുന്ന ഒരാൾ സൃഷ്ടിയെ ജയിക്കുന്നു എന്നാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. അങ്ങനെ സൃഷ്ടിയെ ജയിക്കാൻ കഴിയുന്ന ആ സമനില തന്നെയാണ് ബ്രഹ്മാനുഭവം. നമ്മൾ എത്ര പേർ ഇതിന് ശ്രമിക്കുന്നുണ്ട്? മനസ്സിന്റെ സമനില. കാലത്തെ വീട്ടിൽ എണീറ്റു, നമുക്ക് ശ്രമിച്ചു നോക്കാൻ. വീട്ടിൽ പല പ്രശ്നങ്ങളും വരാറുണ്ട്. ഞാൻ ദേഷ്യപ്പെടില്ല, ഞാൻ പറയേണ്ടതൊക്കെ പറയും. പക്ഷേ കോപം, പലരും എന്നോട് ഒന്ന് പറയാറുണ്ട്, സാർ ഇപ്പം കോപമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ കോപം എന്ന് പറയുന്ന ഒരൊറ്റ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തന്നെ അതിവേഗം ബ്രഹ്മത്തോട്, ആത്മാനന്ദത്തോട് അടുക്കാൻ കഴിയും. പക്ഷെ എത്ര പേർക്ക് അത് സാധിക്കും? മറ്റെല്ലാം ഉണ്ട്. പണവുമൊക്കെ കൂടിയപ്പോൾ കോപം അതുപോലെ കൂടിയിരിക്കുന്നു. അതുപോലെ നേരം കഴിച്ചാൽ കോപിക്കാനേ സമയമുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഗീതയും മറ്റും പ്രാവർത്തികമാക്കുന്നത്. ഇഹൈവത്തൈർജിത സർഗോ, ഭഗവാൻ അതൊക്കെ പറഞ്ഞു വെച്ചു. അർജുന, ഇവിടെ വെച്ച് അവർ സൃഷ്ടിയെ ജയിക്കുന്നു. യേഷാം സാമ്യേ സ്ഥിതം മനഃ, ആരുടെ മനസ്സാണോ സമനിലയിൽ എത്തി നിൽക്കുന്നത്. ഇതിന് ഉദാഹരണമുണ്ടോ സാർ? ഉണ്ട്. ഭാഗവതത്തിലൊക്കെ ആണെങ്കിൽ വ്യാസൻ, ഭീഷ്മർ ഇവരൊക്കെ ഈ സമനില നേടിയവരാണ് എന്ന് വിചാരിച്ച് അവർ മിണ്ടാതിരിക്കുകയല്ല. ദുര്യോധനനോട് കൂടെ വിളിച്ച് ഭീഷ്മർ പറയും, ദുര്യോധന, പാണ്ഡവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തേക്ക്, അല്ലെങ്കിൽ സർവനാശം. അയാൾ കേൾക്കില്ല. കേട്ടില്ല എന്ന് വെച്ച് മനസ്സിന് സമനില തെറ്റുന്നില്ല. ഇതാണ് സമനില. എടാ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, ഇനി ഞാൻ അവൻ്റെ മുഖത്ത് നോക്കില്ല. അങ്ങനെയൊന്നും ഇല്ലിവിടെ. മുഖത്ത് നോക്കിയാൽ എന്താ? ഒരു കുഴപ്പമില്ല. ഇന്നലെ പറഞ്ഞു കേട്ടില്ല, ഇന്നും പറയാം, ഇന്നും പറയുന്നു. ഭീഷ്മര് ശരശയനത്തിൽ കിടക്കുമ്പോൾ ദുര്യോധന പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തു. അവിടെയും സമനില. പലരും ഭീഷ്മരെ നിരൂപണം ചെയ്യാറുണ്ട്. ഇതൊക്കെ പറഞ്ഞ ആൾ ദുര്യോധന പക്ഷത്ത് നിന്ന് എന്തിനു യുദ്ധം ചെയ്തു? എവിടെ നിന്ന് യുദ്ധം ചെയ്താലെന്താ? ഭഗവാൻ നിൽക്കുന്നിടം ജയിക്കും. നല്ല ഉറപ്പാണ് ഭീഷ്മർക്ക്. ദുര്യോധന പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്താൽ കൂടെയെങ്കിലും അയാളോട് പറയാമല്ലോ, എടാ ദുര്യോധന, പകുതി രാജ്യം അവർക്ക് കൊടുക്ക്. അത് അയാൾ കേൾക്കുന്നില്ലല്ലോ. കേട്ടില്ലെങ്കിൽ കേട്ട, എന്റെ ജോലി ഞാൻ ചെയ്യുന്നു, അയാളുടെ ജോലി അയാൾ ചെയ്യണം. ശരശയനത്തിൽ കിടക്കുമ്പോൾ ഭീഷ്മർ പറയുന്നു, ദുര്യോധന, പകുതി രാജ്യം അവർക്ക് കൊടുക്കില്ല, സർവനാശം അനുഭവിക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. ഈ സമനില നടപ്പാക്കാൻ ശ്രമിക്കുക. കാലത്തെ എണീറ്റു, വീട്ടിൽ സർവം ഈശ്വരമയമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പരമാവധി ദേഷ്യം വരാനുള്ള സന്ദർഭങ്ങളിൽ ദേഷ്യം വരില്ല. ദേഷ്യം കൊണ്ടൊന്നും ഒരു പ്രശ്നവും പരിഹരിക്കാൻ സാധ്യമല്ല. ഏത് പ്രശ്നവും കോപം കൊണ്ട് കൂടുതൽ വികൃതമായി തീരുകയേ ഉള്ളൂ. ഇന്നു മുതൽ ഇത് ഓർമ്മിക്കുക, ഈ സമനില, മനസ്സിന്റെ സമനില ഉറച്ചു വന്നാൽ സൃഷ്ടിയെ ജയിക്കുന്നു. എന്നുവെച്ചാൽ സൃഷ്ടിയിലുള്ള ഒരു ഘടകത്തിനും ഇനി അദ്ദേഹത്തെ ദുഃഖിപ്പിക്കാൻ സാധ്യമല്ല. മനസ്സ് സമനിലയിൽ എത്തിയ ആളിന് നിർദോഷം ഹി സമം ബ്രഹ്മ, സമനിലയിൽ എത്തിയ ചിത്തം തന്നെയാണ് ബ്രഹ്മം. ഗീതയിൽ കൃഷ്ണൻ പറയുക,
നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഹ. അതുകൊണ്ട് മനസ്സിന്റെ സമനിലയെത്തിയവർ ബ്രഹ്മ അനുഭവം കിട്ടിയവരാണ്. അല്ലാതെ ബ്രഹ്മാനുഭവത്തിന് വേണ്ടി വേറെ ഒന്നും ഓടി നടക്കിയൊന്നും വേണ്ട. അതാണ് കൃഷ്ണൻ യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ, രണ്ടില്ല, വിമത്സര. അതുകൊണ്ട് തന്നെ ആരോടും മത്സര്യമില്ല. അങ്ങനെയുള്ളയാൾ രാപകൽ ശരീരം കൊണ്ട് കർമ്മം ചെയ്യട്ടെ, കർമ്മം ചെയ്യാം. ആ കർമ്മം അദ്ദേഹത്തിന് ബന്ധനമായി ഭവിക്കുന്നില്ല.